ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയങ്ങളിലൊക്കെ ലഞ്ച് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ചോറ്റുപാത്രം ലഞ്ച് ബോക്സ് തുറക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇലയിലാണ് കൊണ്ടുപോകുന്നതെങ്കിൽ ഇല തുറക്കുന്ന സമയത്ത് ചുമലച്ചോറ് കാണുന്നത് ഭയങ്കര സന്തോഷമല്ലായിരുന്നു. അതായത് ബീട്രൂട്ട് മെഴുക്കുവരട്ടിയൊക്കെ വെച്ച് കഴിയുമ്പോൾ അല്ല ബീട്രൂട്ട് വെച്ചുള്ള വേറെ തോരനെന്നൊക്കെ വെച്ച് കഴിയുമ്പോൾ ചോറെല്ലാം ചുമന്നിരിക്കുമല്ലോ. അത് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു അങ്ങനെ കാണുമ്പോൾ. അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ബീട്രൂട്ട് കിച്ചടിയാണ്. അപ്പം എല്ലാവരും തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഐറ്റം ആയിരിക്കും. അപ്പോൾ എൻ്റേതായ ഒരു സ്റ്റൈലിൽ ഞാൻ ഒന്ന് ഉണ്ടാക്കി കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം എന്തായാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിൽ അതും ഉറപ്പായിട്ട് നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഞാനിവിടെ ബീട്രൂട്ട് കിച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഇപ്പോൾ ക്യൂബ്സ് ആക്കി അരിഞ്ഞേക്കുന്നത്. നമുക്കിനി ചെറുതായിട്ട് തോരൻ അരിയുന്ന പോലെ അരിഞ്ഞെടുക്കണം. ഞാനിവിടെ ചെറിയൊരു മിക്സറിലിട്ട് ഒന്ന് കറക്കിയെടുക്കുവാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മിക്സറിലേക്ക് നമ്മുടെ ബീട്രൂട്ടെല്ലാം ഇട്ട് കൊടുക്കുവാണ്. ഞാൻ ബീട്രൂട്ടെല്ലാം ആ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ഇപ്പോൾ കയ്യിലൊക്കെ നല്ല ബ്ലഡ് പറ്റിയ പോലത്തെ ചുമപ്പായി. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നല്ലപോലെ ആ ഒരു തോരനൊക്കെ നമ്മൾ അരിഞ്ഞെടുക്കുന്ന പോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ചെറിയൊരു എരിവിന് വേണ്ടിയിട്ട് 2 പച്ചമുളകും ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബീട്രൂട്ടും പച്ചമുളകും കൂടി ഇട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാത്രം ഇവിടെ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. പാത്രം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മുടെ ബീട്രൂട്ടും പച്ചമുളകും ഫുള്ളായിട്ട് ആ പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം അതിലേക്ക് ആഡ് ചെയ്തെടുക്കുന്നുണ്ട്. അതായത് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ ചെറിയ സ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അവിടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം ഒരുപാട് കൂടി പോകരുത്. കൂടിപ്പോയി കഴിഞ്ഞാൽ ആ ബീട്രൂട്ട് കുഴഞ്ഞു പോകും. അതുകൊണ്ട് ഒരു 3 ടേബിൾ സ്പൂണിൽ കൂടുതൽ ഒട്ടും വെള്ളം വേണ്ട. നല്ലപോലെ ഇളക്കിയിട്ടുണ്ട്. ഇളക്കി നമുക്കിനി ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്യാനായിട്ട് മൂടി വെക്കാം. ഈ മൂടി വെക്കുന്ന സമയത്ത് നിങ്ങൾ തീ ഒട്ടും കൂട്ടിയിടരുത്. കൂട്ടിയിട്ടാൽ അത് അടിയിൽ പിടിക്കും. അതുകൊണ്ട് തീ കൂട്ടിയിടാതെ ശ്രദ്ധിക്കുക. ഇപ്പം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബീട്രൂട്ടൊക്കെ ഒരു പകുതി വേവായിട്ടുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ ഒരു രസത്തിന് വേണ്ടിയിട്ട് ആ ബീട്രൂട്ട് ആ ഒരു തവി വെച്ച് ചുമ്മാ ഒന്ന് പരത്തി കൊടുത്ത് നോക്കിയതാണ്. കാണാൻ നല്ല ഭംഗി. ബീട്രൂട്ടിൻ്റെ ആ ഒരു കളറെന്ന് പറഞ്ഞാൽ അത് നമുക്ക് പറഞ്ഞറിയിക്കാം. പച്ചക്കറികളിൽ ഏറ്റവും എന്നാ പറയുന്നത് ഒരു തലയെടുപ്പോടെ നിൽക്കുന്ന ഒരു സാധനമാണ് ബീട്രൂട്ട്. അല്ല, ആ കളറിൻ്റെ കാര്യത്തിൽ അത് നമുക്ക് വേറെ അതിനെ ബീറ്റ് ചെയ്യാനായിട്ട് വേറെ ഒന്നുമില്ല. നല്ല എന്നാ പറയുന്നത് നല്ല കരളിൻ്റെ പീസ് കിടക്കുന്നതല്ലേ കിടക്കുന്നത്. കണ്ടോ അതിൻ്റെ കളർ കണ്ടോ, അടിപൊളിയല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീട്രൂട്ടിൻ്റെ കളറ്. എനിക്ക് തോന്നുന്നത് ആ കളർ ഇഷ്ടമല്ലാത്ത ആരും തന്നെ കാണത്തില്ല അല്ലേ. നിങ്ങൾക്ക് കരളായിട്ടോ അല്ലെങ്കിൽ അലുവ കഷ്ണമായിട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അതിനെ ഉപമിക്കാം. എന്താണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ കളറ്. നമുക്കിനി അതൊന്ന് തണുക്കുന്നോളം വരെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു 1/4 ഭാഗം തേങ്ങ ചിരണ്ടിയത് എടുക്കുന്നുണ്ട്. അതിലേക്കൊരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുക. ഇനി നമുക്കതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പം ഒരു പകുതി അരഞ്ഞിട്ടുണ്ട് തേങ്ങയൊക്കെ. ഇനിയിപ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ കടുക് പച്ചക്കടുക് തന്നെ ഇട്ട് കൊടുക്കുക. പച്ചക്കടുകും കൂടി ഇട്ട് ഒന്നുകൂടെ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ തേങ്ങയൊക്കെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് ഞാൻ വേറെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മുടെ ബീട്രൂട്ട് അതിൻ്റെ ചൂടൊക്കെ അത്യാവശ്യം ഒന്ന് മാറിയിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി നോക്കാം ചൂട് മാറിയോ എന്നുള്ളത്. ചൂടൊക്കെ അത്യാവശ്യം മാറിയിട്ടുണ്ട്. നല്ലതുപോലെ ചൂടൊക്കെ മാറി.
ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ട് ആ തവി വെച്ച് തന്നെ നമുക്ക് ആ മേടിക്കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഇളക്കണ്ട, ബീട്രൂട്ടായിട്ട് മിക്സ് ചെയ്യേണ്ട, നമുക്ക് ജസ്റ്റ് മേളിക്കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് തേങ്ങ ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു 3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ തേങ്ങയൊക്കെ ഒന്ന് അത്യാവശ്യം ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ബീട്രൂട്ടായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഇപ്പം എല്ലാം ഞാൻ നല്ലപോലെ മിക്സ് ചെയ്ത്, ആ കളറ് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. എന്തൊരു ഭംഗിയാണ് നോക്ക്, ആ ബീട്രൂട്ടിൻ്റെ ഒരു കളറ് അടിപൊളി. ഇനി നമുക്കിത് ഒന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം, ആ ചൂടൊന്ന് മാറാൻ വേണ്ടിയിട്ട്. നമുക്ക് തൈര് മിക്സ് ചെയ്യേണ്ടതാണ് ഇനി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചൂട് അറിയാലേ പറ്റുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പം അതിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട് കണ്ടോ, ഒട്ടും തന്നെ ചൂടില്ല ഇപ്പം. ഇനി നമുക്ക് തൈര് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് പുളിയുള്ള തൈര് വേണ്ട കേട്ടോ. തൈര് ഞാൻ ഒരു 2 തവി തൈര് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി തൈര് നമുക്ക് നല്ലതുപോലെ ആ ബീട്രൂട്ടായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ശരിക്കും മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം നല്ലപോലെ യോജിപ്പിക്കുക. അപ്പം ഞാൻ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു കണ്ടോ നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ലൂസാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കണം യാതൊരു നിർബന്ധവും ഇല്ല, നിങ്ങളുടെ ഇഷ്ടമാണ് എത്രമാത്രം അത് കുറച്ച് ലൂസായിട്ടിരിക്കണം എന്നുള്ളത്. എനിക്ക് കുറച്ച് ലൂസായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചത്. അപ്പോൾ വെള്ളം ഒഴിച്ചാൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഇപ്പം ഈ ഒരു ലെവലിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് സ്പൂൺ എടുത്ത് നോക്കുവാണെങ്കിൽ അത് കണ്ടോ ഈ ഒരു തിക്നെസ്സിൽ നമുക്ക് കിട്ടും. എനിക്ക് ഈ ഒരു തിക്നെസ്സിൽ കിട്ടുന്നതാണ് എനിക്കിഷ്ടം. വെള്ളം ചേർക്കണം എന്ന് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾ നോക്കി ചേർത്താൽ മതി. അപ്പം ഇനി നമുക്ക് ഒന്ന് കടുക് വറുത്തെടുക്കാം ഇത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാത്രം എടുത്ത് ചൂടാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ മതിയാവും. അതിലേക്ക് നമുക്ക് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 2 വറ്റൽമുളക് കീറിയിട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുത്തിട്ട് നമ്മുടെ ബീട്രൂട്ടിലേക്ക് നമുക്ക് കടുക് വറുത്തത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ആ കിച്ചടിയുടെ തിക്നെസ് ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു ബൗളിലേക്ക് ഇത് മാറ്റാം. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് കിച്ചടി ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ആ കളറല്ലേ, അടിപൊളി. തൈരിൻ്റെ ഒരു ചെറിയ പുളിയും ബീട്രൂട്ടിൻ്റെ ടേസ്റ്റും ചെറിയൊരു എരിവും, മധുരം ഇല്ല, എന്നാൽ എവിടെയോ ഒരു മധുരത്തിൻ്റെ എന്തോ ഒരു ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതുകൊണ്ട്. തേങ്ങ കടുകൊക്കെ നമ്മൾ ഇട്ടരച്ചായിരുന്നല്ലോ. സദ്യയൊക്കെ മിസ് ചെയ്യുന്നു. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ എന്തെങ്കിലും കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും നിങ്ങൾ പറയണം. കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉറപ്പായിട്ടും പറയുക.
അപ്പം നമുക്ക് അതിനനുസരിച്ച് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ. മുറക്കിയ പോലെ ഉണ്ട്. സൂപ്പറാണ്.